ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേങ്കിൽ എനിക്ക് ചിരിയാണ് കേട്ടോ എന്ന്. കാരണം നമ്മൾ ഇതുവരെയായിട്ടും ഡയറക്റ്റ് ഇൻട്രോ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചിരിയും തമാശയൊക്കെ ആയിട്ട് തോന്നി. പിന്നെ വിചാരിച്ചു ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ തന്നെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, നമ്മൾ സാധാ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും മേടിക്കണം, കാരണം പിറ്റേ ദിവസം ഇക്കാക്ക് കടയിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കറിക്ക് എന്തെങ്കിലും വാങ്ങാലോ വിചാരിച്ചിട്ട് അങ്ങനെ മേപ്പാടിക്ക് ഇറങ്ങിയിട്ടുള്ളതേന്ന് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും മഴയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ആയാലും മഴയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന 2-3 ദിവസം മുമ്പ് രാവിലെ മുതൽ മഴയാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ജൂൺ കാലം ആയ പോലെയാണ് കേട്ടോ. മഴ നേരത്തെ കാലത്ത് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഭയങ്കര മഴയാണ് കേട്ടോ. അൺസ്റ്റോപ്പാണ് കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുന്നേ ഇല്ല, ഫുള്ളായിട്ട് മഴയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തും ചെറുതായിട്ടുള്ള ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് അത് നിൽക്കുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിച്ച് ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട്, പിന്നെ ആസ് എ ബേബി എൻ്റെ അടുത്തും ബാഗിലും ആയിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എന്നെക്കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് മക്കൾക്കാണ് കേട്ടോ. 2 പേർക്കും പോവാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൻ്റെ ഉള്ളിലിരിക്കാൻ 2 പേർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബുള്ളറ്റിലാണ് കേട്ടോ പോകുന്നത്. കാറാകുമ്പോൾ നമ്മൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കണ്ട. ബുള്ളറ്റ് ആകുമ്പോൾ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും നിർത്തിയിടുകയും ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരികയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബുള്ളറ്റ് എടുത്തത്. അങ്ങനെ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് ഇനിയിപ്പം പെട്ടെന്ന് പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, ആൾ പണിക്ക് പോയിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ മഴ കാരണം നമ്മൾ എന്താക്കി, സാധനം വാങ്ങിയിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയത് പുതിയൊരു റൂട്ടിൽ കൂടിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മെയിൻ റോട്ടിൽ കൂടിയല്ലേ പോലെ, ഇത് പക്ഷേ അംഗൻവാടീൻ്റെ മുകളിലേക്കുള്ള റോട്ടിൽ കൂടെ കയറിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തും കേട്ടോ. ആ ഒരു റോഡാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്കറിയുന്ന റൂട്ട് തന്നെയായിരുന്നു, പക്ഷേങ്കിൽ അവിടുന്ന് പിന്നെ വേറൊരു റോഡിലേക്ക് ടേൺ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൂടെ ഉള്ള റോഡാണ്. അപ്പം പമ്പ് കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് എന്താക്കാം, മീൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നേരെ ഈ ഒരു റോഡ്, അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുകയാണെങ്കിൽ ഫുൾ മലകളും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പെട്രോൾ പമ്പിൽ എത്തിയ സമയത്ത് അവിടെ പെട്രോളും ഡീസലൊക്കെ നിറക്കാൻ കേട്ടോ ടാങ്കർ ലോറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ ചേച്ചി. അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കി, നമ്മൾ ചോദിച്ചെന്നാൽ പിന്നെ ഒരു ചായയും അതുപോലെ തന്നെ മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി, പിന്നെ പെട്ടെന്ന് തന്നെ പോയത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ മീനൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ റോഡ് സൈഡ് തന്നെയുള്ള ഒരു തട്ടയുടെ കയറിയിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ കടികളുണ്ടായിരുന്നു. അപ്പം പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നൊക്കെ കടികൾ. പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെ മേടിക്കലില്ല. അങ്ങനെ എൻ്റെ എന്താക്കി ബോണ്ടിയും പിന്നെ നമ്മുടെ ഉഴുന്ന് വടയും ഒരു പരിപ്പുവടയൊക്കെ വാങ്ങി. പരിപ്പുവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും 2 കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തണുത്ത ചായ ആയിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ആളതും കൊണ്ട് തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പുവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവിടെ ഒരു സ്റ്റൂളിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് മീൻ മേടിക്കാനാണ് കേട്ടോ. അപ്പം മീൻ വാങ്ങിയത് മത്തിയെന്ന് കേട്ടോ, കാരണം മിക്കക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എടുക്കുമല്ലോ. അപ്പോൾ അധിക ദിവസവും അയിലയും അതുപോലെ തന്നെ കഷ്ണമീനൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇപ്പം മത്തി വാങ്ങാൻ വെച്ചാൽ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി വാങ്ങിയത്. അങ്ങനെ മത്തിയൊക്കെ വാങ്ങി പിന്നെ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് വേണം കേട്ടോ. ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള കടികൾ നമ്മൾ പാർസൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പെട്രോളൊക്കെ അടിച്ച് ഇനിയിപ്പോൾ പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴച്ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, ചെറിയ തുള്ളികൾ മാത്രമേ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ മീൻ വേഗം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ, കാരണം നന്നാക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കാൻ വിചാരിച്ചു. കുറേ ഡ്രസ്സുകൾ, ഉണങ്ങിയ ഡ്രസ്സുകൾ എടുക്കാനും മടിക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി അതവിടെ വെച്ചു. പിന്നെ മക്കളൊക്കെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു കാർട്ടൂണൊക്കെ ഇട്ടെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കൊന്ന് ജസ്റ്റ് താഴോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുവിനെ കാണാണ്ട് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് ഇനിയിപ്പം ചായയും വെച്ചു കേട്ടോ, കാരണം ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് കുടിക്കാനുള്ള ചായയൊക്കെ കാച്ചി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താക്കി ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ നിന്ന് കേട്ടോ. ഈ ഒരു സമയത്ത് ഉമ്മ അവിടെ ഇരുന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്താക്കി തുണികൾ കുറേ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൂമിൽ കയറിയത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള കോപ്രായങ്ങളാണ് കേട്ടോ. വീഡിയോ എടുക്കേണ്ട സ്ഥാനത്ത് ഞാൻ സ്ലോ മോഷനിലേക്ക് ചെയ്യുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇങ്ങനെ ലാഗായിട്ട് വീഡിയോ ഉള്ളത് കേട്ടോ. പിന്നെയായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വീഡിയോസും കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഡ്രസ്സൊക്കെ മടക്കിയതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ
ദിവസവും വൈകുന്നേരം ഹിച്ചുവിനും കൊണ്ട് നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾ എന്നോട് ചോദിക്കാൻ തുടങ്ങും കേട്ടോ, നമുക്ക് നടക്കാൻ പോവാന്ന്. അപ്പം പിന്നെ എന്താക്കി ഞാനും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നിപ്പം. അപ്പം ഞങ്ങൾ പോകുന്ന റൂട്ടൊക്കെ ജസ്റ്റ് കാണിച്ചു കൊടുക്കണ്ടേ, ഞങ്ങൾ ഇതിൽ കൂടെ പോകും അതിൽ കൂടെ ഒക്കെ പോകുന്നൊക്കെ പറയുകയാണ്. അപ്പം നടന്നത് നമ്മൾ സ്ഥിരമായിട്ട് എത്തൽ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ നേരെ ഇതാ വീട്ടിലേക്ക് വന്നിട്ട് മീൻ നന്നാക്കാണ് കേട്ടോ, നമ്മൾ മത്തി നന്നാക്കാണ്. എന്നാൽ പിന്നെ ആദ്യം വിചാരിച്ചു കറിയൊക്കെ വെക്കാമെന്ന്, പക്ഷേങ്കിൽ മത്തി നന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കറി വെക്കണ്ട, നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കാന്നുള്ള രീതിയിലായിട്ടോ ഞങ്ങൾ രണ്ടുപേരും പ്ലാന്. അങ്ങനെ പിന്നെ എന്താക്കി വേഗം തന്നെ മുറിച്ച് വെക്കാണ്. പിന്നെ ഇക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മീൻ നന്നാക്കുന്ന സമയത്തിനിപ്പം ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതാവണ്ട വിചാരിച്ചിട്ട് ഇനിയിപ്പം മത്തിയും കൂടിയല്ല നല്ല സ്മെല്ലായിരിക്കും. അപ്പം പിന്നെ ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇക്കന്നെ എനിക്കിതാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം എടുത്തത് വലിയ ക്ലിയർ ഒന്നുമില്ല, പക്ഷേ രണ്ടാമത് എടുത്തത് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടിരുന്നു അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ മക്കൾ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ചക്ക മുറിക്കാനുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ചക്ക നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ചക്കയാണ് കേട്ടോ. അപ്പോൾ പഴഞ്ചക്കയാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സാജിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താക്കി ആ ചക്ക ഉമ്മ ബാക്ക് സൈഡിൽ നിന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇക്ക ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയൊരു ചക്കയായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ്. നമ്മൾ ആദ്യം വരിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ആൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പഴഞ്ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ കുരു ഭയങ്കര വലുതായിരുന്നു കേട്ടോ ഈ ഒരു പഴഞ്ചക്കേൻ്റെ. അപ്പം അതവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഞാനപ്പോഴത്തേക്ക് മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ വിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല രാത്രിക്കേക്കും വേണ്ടി പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താക്കിയതിനിപ്പം എന്തായാലും ചക്ക നന്നാക്കിയതില്ല. അപ്പം പിന്നെ ചക്ക 2-3 കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാൻ വെച്ചാൽ അങ്ങനെ 2-3 കഴിച്ചു. പിന്നെ ഫുഡ് രാത്രിത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചതും പിന്നെ ഇന്നിപ്പം മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കറി ഉണ്ടാക്കാനൊന്നും മൂടില്ല, ഉച്ചക്കേക്ക് മാത്രമേ കറി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് ദോശ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അവിടെ വെച്ചു. പിന്നെ ചക്കയും അപ്പോൾ ഒക്കെ കൂടി നമ്മൾ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.